ഭീഷണികൾക്ക് മറുപടിയുമായി CPM കണ്ണൂർ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ്. TP ചന്ദ്രശേഖർ, ശുഹൈബ് വധങ്ങൾ വിപ്ലവമല്ല, വൈകൃതമെന്ന മനു തോമസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. P. ജയരാജനെ സംവാദത്തിന് ക്ഷണിച്ചപ്പോൾ മറുപടിയുമായി എത്തിയത് കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് മാഫിയ സംഘത്തിന്റെ തലവന്മാരാണെന്നും പോസ്റ്റിൽ പറയുന്നു. കൂടുതൽ വിവരങ്ങളുമായി അർജുൻ PS ചേർന്നുണ്ട്. അർജുൻ, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ മനു തോമസ് വെളിപ്പെടുത്തുന്നത്? തീർച്ചയായും വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ ഒഞ്ചിയവും എടയന്നൂരും അടക്കം സൂചിപ്പിച്ചുകൊണ്ടാണ് മനു തോമസ് തന്റെ പോസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഇവിടെയൊന്നും നടന്നത് വിപ്ലവമല്ല, അതുപോലെ തന്നെ വിപ്ലവമല്ല എന്നുള്ള തരത്തിലുള്ള പോസ്റ്റാണ് ഇത്തരത്തിൽ മനു തോമസ് കുറിച്ചിട്ടുള്ളത്. ഇവിടെയൊക്കെ നടന്നിട്ടുള്ളത് വൈകൃതമാണ് എന്നുള്ളതാണ് മനു തോമസ് പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഇത്തരത്തിൽ P. ജയരാജനെ താൻ വിമർശിച്ചപ്പോൾ തനിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് ഈ മാഫിയകളാണ്. അത്തരത്തിൽ ഈ സ്വർണ്ണ മാഫിയകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗുണ്ടാ സംഘങ്ങളാണ് തനിക്കെതിരെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനു തോമസ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പാർട്ടിയിലെ എല്ലാ കാര്യങ്ങളിലും ഇടവെന്ന് വിടുന്നത് ഇവരാണോ എന്നുള്ളത് കൂടി മനു തോമസ് ചോദിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിൽ CPM-നോടുള്ള ഒരു ചോദ്യം കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, മനു തോമസിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത്. നേരത്തെ തന്നെ P. ജയരാജൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു ഇത്തരത്തിൽ. അതായത് ആരാണ് മനു തോമസ്, കുറെ കാലമായി പാർട്ടിയിൽ ഇല്ലായിരുന്നു, പിന്നീട് എങ്ങനെയാണ് ഈ സ്വർണ്ണക്കടത്ത് സംഘത്തെ അടക്കമുള്ള കാര്യങ്ങൾ മനു തോമസ് പറയുക എന്നുള്ളത് അടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനു മുൻപായിരുന്നു മനു തോമസ് ഇത്തരത്തിൽ ഒരു കത്ത്, അതായത് തനിക്ക് പാർട്ടിയിൽ പ്രശ്നങ്ങളുണ്ട്, തന്നെ പുറത്താക്കുവാൻ വേണ്ടി ആ സ്വർണ്ണക്കള്ളക്കടത്തുകാരടക്കം ശ്രമിക്കുന്നതായിട്ടുള്ള ആ ഒരു കത്ത് MB ഗോവിന്ദന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കത്തിൽ ഇത്തരത്തിൽ അർജുൻ ആയങ്കി അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെ പരാമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ മനു തോമസിനെതിരെ ഇവരടക്കം, അതായത് ഈ അർജുൻ ആയങ്കി അടക്കമുള്ളവർ മനു തോമസിനെതിരെ രംഗത്ത് വരുന്നത്, ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറയുവാൻ തുടങ്ങുന്നത്. അതായത് അവർക്ക് ഭീഷണിയുടെ സ്വരത്തിൽ ഇവരോട് സംസാരിക്കാൻ തുടങ്ങുന്നത്, അതായത് വായടപ്പിക്കുവാൻ തങ്ങൾക്ക് അറിയാം എന്നുള്ള തരത്തിലുള്ള ഭീഷണിയുടെ സ്വരമൊക്കെ വരുന്നത് ആ ഒരു സമയത്താണ്. തുടർന്നാണ് മനു തോമസ് ഇവർക്കെതിരെ ഒരു പോസ്റ്റ് ഇടുന്നത്. അതായത് ഇത്തരത്തിൽ P. ജയരാജനെതിരെ താൻ പറയുമ്പോൾ ഇങ്ങനെയുള്ള ആളുകളാണ് വരുന്നത്, ആ ഒരു ശുഹൈബ് വധവും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള TP വധവും ഒക്കെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. എന്തിനാൽ തന്നെയും ഇത്തരത്തിൽ വിരൽ ചൂണ്ടുന്നത് പാർട്ടിയിലെ ഗുണ്ടാ സംഘങ്ങളെയാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ പാർട്ടിക്ക് ഈ മാല പൊട്ടിക്കൽ ആ സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടോ എന്നുള്ളത് കൂടി പരിശോധിക്കേണ്ടിയിരിക്കുന്നതോ അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തിനാൽ തന്നെയും CPM ജില്ലാ ഘടകം ഇതിനെ എങ്ങനെയാണ് പ്രതികരിക്കുക എന്നുള്ളത് നോക്കിക്കാണേണ്ടതുണ്ട്. MB ജയരാജനോട് കഴിഞ്ഞ തവണ നമ്മൾ ചോദിച്ചപ്പോൾ, അതായത് ജില്ലാ സെക്രട്ടറിയാണ് പാർട്ടിയുടെ, അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ആരാഞ്ഞപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളതായിരുന്നു പിന്നീട് MB ജയരാജൻ പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ തനിക്ക് പരാതി കിട്ടിയതിൽ ആരുടെയും പേരില്ല, ആരെക്കുറിച്ചും പരാമർശിക്കുന്നില്ല എന്നുള്ളതായിരുന്നു ആദ്യം MV ജയരാജൻ പറഞ്ഞിരുന്നത്. പിന്നെയാണ് ഇത്തരത്തിൽ MB ഗോവിന്ദന് നൽകിയ കത്ത് പുറത്തു വരികയും ഇതിൽ ഇവരുടെ അടക്കം പേരുകൾ ഉൾപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ആകാശ് തില്ലങ്കേരിയുടെ അടക്കം ആ പേരുകൾ ഇത്തരത്തിൽ ഉൾപ്പെടുന്നത് അങ്ങനെയാണ്. തുടർന്നാണ് P. ജയരാജൻ അടക്കം ഇത്തരത്തിൽ മനു തോമസിനെതിരെ വലിയ രീതിയിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നതും തുടർന്ന് മനു തോമസിനോട് രൂക്ഷമായി പ്രതികരിക്കുകയും ചെയ്യുന്നത്. പിന്നെയാണ് ആകാശ് തില്ലങ്കേരിയും അതുപോലെ തന്നെ അർജുൻ ആയങ്കിയും അടക്കമുള്ളവർ മനു തോമസിനെതിരെ ഭീഷണി സ്വരത്തിലുള്ള ഒരു പോസ്റ്റ് ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിൽ അർജുൻ ആയങ്കി അടക്കമുള്ളത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ അടക്കം വലിയ രീതിയിലുള്ള ഒരു പോസ്റ്റ് മനു തോമസിനെതിരെ ഇടുന്നു. ആ ഒരു പോസ്റ്റിനാണ് ഇപ്പോൾ തിരിച്ച ഒരു മറുപടി മനു തോമസ് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ മനു തോമസിന്റെ മറുപടിക്ക് എന്ത് മറുപടിയാണ് ഇനി CPM നൽകുക എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അതായത് ഇത്തരത്തിൽ മനു തോമസിനോട് ഈ അർജുൻ ആയങ്കി അടക്കമുള്ള അർജുൻ തില്ലങ്കേരി അടക്കമുള്ളവർ ഇത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞത് എത്രമാത്രം പാർട്ടി ഉൾക്കൊള്ളുന്നു, അവരുടെ കൂടെയാണോ നിൽക്കുക എന്നുള്ളത് കൂടി നമുക്ക് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ കൊട്ടേഷൻ ഇത്തരത്തിലുള്ള സംഘത്തിന്റെ കൂടെയാണോ പാർട്ടി നിൽക്കുക എന്നുള്ള ഒരു പ്രതിരോധത്തിൽ പാർട്ടി വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല മനു തോമസിനെ സപ്പോർട്ട് ചെയ്യാൻ പാർട്ടിക്കൊട്ട് കഴിയുകയുമില്ല. ആ ഒരു സാഹചര്യത്തിൽ ഇനി എന്ത് നിലപാടാണ് ജില്ലാ കമ്മിറ്റി എടുക്കുക, അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഇതിൽ പ്രതികരിക്കുമോ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇതിൽ പ്രതികരിക്കുമോ, MV ഗോവിന്ദൻ അടക്കമുള്ളവർ ഇതിൽ പ്രതികരിക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ്. വിഷ്ണു, അർജുൻ സൂചിപ്പിച്ചതുപോലെ വളരെയധികം ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുമാണ്
ഇത്തരത്തിൽ പുറത്തു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുൻപ് CPM ന്യായീകരിച്ചതും വെള്ളപൂശിയതുമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതലാണ് ഇപ്പോൾ വ്യക്തത ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇനിയും ഇത്തരത്തിലുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ മനു തോമസിന്റെ ഭാഗത്തു നിന്ന് വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നല്ലേ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായും അത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയും വരുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പി ജയരാജനെതിരെയുള്ള വെളിപ്പെടുത്തലാണ് ഇതിൽ ഏറ്റവും വലുത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അത്തരത്തിൽ ആ ഗ്രൂപ്പിനെ സജീവമായി കൊണ്ടുപോകാൻ പി ജയരാജൻ ശ്രമിച്ചു എന്നുള്ളതടക്കം മനു തോമസ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. മാത്രമല്ല ഇത്തരത്തിൽ ഇവിടെയുള്ള ക്വാറി മാഫികളെ സഹായിക്കുവാൻ വേണ്ടി അവിടെ ഏരിയ സെക്രട്ടറിമാരെ സ്വന്തം നിലയ്ക്ക് നിയമിക്കുന്ന ഏരിയ സെക്രട്ടറിമാരെ സ്വന്തം നിലയ്ക്ക് നിയമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ കാര്യം അടക്കം ഇത്തരത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ അതിനെതിരെ പ്രതികരിക്കുവാൻ വേണ്ടി പാർട്ടിയിലെ ആരും വന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പകരം വന്നിട്ടുള്ളത് ഇത്തരത്തിൽ അർജുൻ ആയെങ്കിലും ആകാശ് തില്ലങ്കേരിയും അടക്കമുള്ള ഗുണ്ട നേതാക്കളാണ്, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കള്ളന്മാരാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി പ്രതികരിക്കാൻ വന്നിട്ടുള്ളത്. ആ ഒരു സമയത്താണ് മനു തോമസ് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്, പാർട്ടിയിൽ ആളില്ലേ? ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലാണ് മനു തോമസ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത് ഇത്തരത്തിൽ പാർട്ടിക്ക് ഇവരോട് പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ടോ, പാർട്ടിയുടെ കാര്യങ്ങൾ ഇവരാണോ തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് ഇത്തരത്തിൽ മനു തോമസ് ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നതും. ആ ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് ഇതുവരെയും മറുപടി പറയാൻ സാധിച്ചിട്ടില്ല. പാർട്ടി ഇതുവരെയും മറുപടി പറഞ്ഞിട്ടുമില്ല. ഇത് കൃത്യമായി സോഷ്യൽ മീഡിയയിൽ നടക്കുന്നതാണ്, ഫേസ്ബുക്കിൽ നടക്കുന്ന യുദ്ധമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അർജുൻ ആയെങ്കിലും അതുപോലെ തന്നെ ആകാശ് തില്ലങ്കേരിയും അതിനുശേഷം ഈ പേജ് ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ കമന്റും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഫേസ്ബുക്ക് പേജിൽ വന്നിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളടക്കം ഡിലീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് യാതൊരു വിധത്തിലും മറ്റ് CPM-കാരൊന്നും ഇതിൽ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ CPM-ന്റെ സൈബർ പോരാളികൾ ഇതിൽ പ്രതികരിക്കുന്നുമുണ്ട്. ആർമി അടക്കം, അതായത് PJ ആർമി അടക്കമുള്ളവർ സൈബർ പോരാളികൾ ഇതിൽ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പാർട്ടിയെ കുറ്റം പറയാൻ നിങ്ങൾ ആരാണ് എന്നുള്ള ചോദ്യമാണ് ഇത്തരത്തിൽ സൈബർ ഇടങ്ങളിൽ ചോദിക്കുന്നത്. എന്നാൽ നേരിട്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തോട് പ്രതികരിക്കുവാൻ ഇതുവരെയും CPM നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല, ജില്ലാ നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല, സംസ്ഥാന നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.